ഹായ്, വെൽക്കം ടു കളപ്പുര കിച്ചൺ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പ കൊണ്ടൊരു പുട്ടാണ്. അപ്പം നമ്മുടെ ഒരു ഇഷ്ട ഭക്ഷണമല്ല കപ്പ കൊണ്ടിട്ടുള്ള എന്ത് കിട്ടിയാലും നമുക്ക് കേരളീയർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പം നമ്മളിത് ചെയ്യാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള പുട്ടാണ്. കപ്പ വെറുതെ വേവിക്കാതൊക്കെ ഉണ്ടാക്കുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയേറെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പപ്പുട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. റെസിപ്പിയിലോട്ട് കിടക്കാം. കപ്പ ഞാൻ അതിൻ്റെ പുറം തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് ആണ് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം നമ്മളിതാ ഇങ്ങനെ ഒരു കപ്പ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കപ്പ നുറുക്കി വെള്ളത്തിലിട്ട് പുഴുങ്ങിയൊക്കെ വേവിച്ചെടുക്കുമ്പോൾ അതിലെ ഈ കപ്പയുടെ ഉള്ളിലുള്ള ഇതൊക്കെ അങ്ങ് നമ്മൾ വെള്ളം ഊറ്റിയൊക്കെ കളയാറുണ്ട്. അപ്പം ഇതിപ്പോൾ നമുക്ക് അങ്ങനെ കളയാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുവാണ്. ഈ വെള്ളം, ഇതിനകത്തുള്ള വെള്ളം നമ്മളിങ്ങനെ പിഴിഞ്ഞ് നന്നായിട്ടങ്ങ് പിഴിഞ്ഞെടുക്കും. ഇതിപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാ ഇത്രയും വെള്ളം കിട്ടി. ഇത് നമ്മൾ കളയണം. ഈ കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഒരു അത്യാവശ്യം ഉപ്പിട്ട് തിരുവാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് അരിപ്പൊടിയിൽ പേരിന് ചേർത്താൽ മതി. ഇത്രയും പൊടി. ഇനിയിപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് തേങ്ങ. നമ്മൾ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പുട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് അല്പം കൂടുതൽ തേങ്ങയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും തേങ്ങ ഇട്ട് കൊടുക്കാം. പുട്ടുപൊരിയിലേക്ക് നമുക്ക് ഇതൊന്ന് അരയ്ക്കാം. തേങ്ങ ഇട്ട് കൊടുക്കുക. നനച്ചു വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പുട്ടുണ്ടാക്കുമ്പോൾ അതിന് കോമ്പിനേഷനായിട്ട് നമുക്ക് ചിക്കൻ കറിയോ വെജിറ്റബിൾ കുറുമയോ അല്ലെങ്കിൽ ഫിഷ് കറി, ഏറ്റവും നല്ല കോമ്പിനേഷൻ ഫിഷ് കറിയാണ്, ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എങ്കിൽ വളരെ നഷ്ടമായിട്ടുള്ള ഒരു ഫുഡ് തന്നെ ആയിരിക്കും.